വെൽക്കം ടു സഫ. ഇന്ന് നമ്മൾ റണ്ണിങ് ഫാബ്രിക്സിന്റെ കളക്ഷൻസ് ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. എല്ലാവരും വീക്കെൻഡ് ആ ഒരു സമയമാകുമ്പോഴത്തേക്കും റണ്ണിങ് ഫാബ്രിക്കിന് വെയിറ്റ് ചെയ്തിരിക്കുമായിരിക്കും. അപ്പോൾ നമ്മൾ ഒരു ദിവസം മുമ്പ് റണ്ണിങ് ഫാബ്രിക്സ് ഇട്ടിട്ടുണ്ട് കേട്ടോ. കാരണം ഒത്തിരി എൻക്വയറി ഉണ്ട്. നമുക്ക് ഇനിയിപ്പോൾ സമ്മറാണ്. സമ്മർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ജനുവരി തന്നെ ഇത്രയും ചൂടല്ലേ, നല്ല ചൂടാണ് വരുന്നത്. അപ്പോൾ ഇനി കോട്ടൺ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ കോട്ട് സെറ്റ് സ്റ്റിച്ച് ചെയ്യാനും ഒക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ ഇന്ന് ഇട്ടിരിക്കുന്നതും ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇക്കത്തും ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്, എപ്പോഴും ഇന്നായിട്ട് നിൽക്കുന്ന ഒരു ഫാബ്രിക് അല്ലേ ഇക്കത്ത്. സോ ഇക്കത്തിൻ്റെയും അതുപോലെ കോട്ടണിൽ വരെ നമുക്ക് കോട്ട് സെറ്റ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഫാബ്രിക്സ് ഒക്കെ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. സോ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിലേക്ക് അയച്ചോളാം. നിങ്ങൾക്ക് എത്ര മീറ്റർ വേണോ അത്ര മീറ്റർ അവൈലബിൾ ആണെന്ന് ചോദിച്ച് മെസ്സേജ് ഇടുക കേട്ടോ. ആൻഡ് ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇൻസ്റ്റാഗ്രാമിൽ കാണുന്നവർ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്തിട്ട് പോകും. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കാണാം. ഫസ്റ്റ് തന്നെ ഞാൻ വരുത്തിരിക്കുന്ന ഫാബ്രിക്കിനല്ലേ വെയിറ്റ് ചെയ്യുന്നത്. 215 പെർ മീറ്ററിന് വരുന്ന ഇക്കത്ത് ഫാബ്രിക് ആണ് കേട്ടോ. ഇത് എപ്പോഴും ഇന്നായിട്ട് നിൽക്കുന്ന ഒരു ഫാബ്രിക്കായി ഇക്കത്ത് എന്ന് പറഞ്ഞാൽ ഏത് സീസണിലാണെങ്കിലും അല്ലേ, സമ്മറിന്നില്ല വിന്ററിന്നില്ല, ഭയങ്കര ഒരു ക്ലാസി ആൻഡ് എലഗൻ ലുക്കുള്ള ഒരു ഫാബ്രിക്കാണ് ഇക്കത്ത്. ഞാൻ ഒരു ബ്ലൂ ആണ് എനിക്കൊരു ഇല്ലാത്തൊരു ഷെയ്ഡ് ആയതുകൊണ്ട് ഞാൻ തയ്ച്ചെന്നുള്ളൂ. പക്ഷെ എല്ലാ കളേഴ്സും നല്ല ഭംഗിയാണ്. ഇപ്പോൾ ഇത് നിട്ടപ്പോൾ ഞാൻ വിചാരിക്കുമായിരുന്നു ഇതിൻ്റെ എല്ലാ ഷെയ്ഡ്സിൽ നിന്നും കോട്ട് സെറ്റ് ചെയ്യണം. കാരണം ഭയങ്കര കംഫർട്ടബിൾ, നല്ല ഒട്ടും ചൂടെടുക്കുന്നില്ല, നല്ല കംഫർട്ടബിൾ. കുറച്ച് ലൂസ് ഫിറ്റിലാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ഞാൻ കുറച്ച് ടൈറ്റ് ആയിട്ട് കറക്റ്റ് ഷേപ്പിനെല്ലാം തയ്പ്പിക്കാറ്. പക്ഷേ ഇത് ഇച്ചിരി ലൂസ് ഫിറ്റിലൊക്കെ തയ്ച്ചപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ആൻഡ് പ്രിന്റുകളും എല്ലാം നല്ല ഭംഗിയുള്ള പ്രിന്റുകളും വന്നിരിക്കുന്നത്. 215 രൂപയുള്ളൂ കേട്ടോ ഒരു മീറ്ററിന്. ഇങ്ങനെ വരുന്നു. ബോട്ടം ഒക്കെ തയ്ച്ചിട്ടാണെങ്കിലും നമുക്ക് ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല, വാഷ് ചെയ്ത് യൂസ് ചെയ്യാം. ഇക്കത്തിലേക്ക് വരുന്ന ഫസ്റ്റ് പ്രിന്റ് ഞാൻ വേർതിരിക്കുന്നതാ ഇത് വരുന്നു കേട്ടോ. 215 പെർ മീറ്റർ, 44 ഇഞ്ചസ് ആണ് വിട്ട്. 215 പെർ മീറ്റർ, 44 ഇഞ്ചസ് വിട്ട്. ഇത് ഞാൻ വെയർ ചെയ്യുന്ന ഫാബ്രിക്, അതായത് ഞാൻ ഇപ്പം ഈ ഫാബ്രിക്കാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ, ഞാൻ ഇട്ടിരിക്കുന്ന ഫാബ്രിക് ആണെങ്കിൽ ഞാൻ ഇത് പിടിച്ചുകൊണ്ടിരിക്കുമ്പോഴുള്ള സ്ക്രീൻഷോട്ട് അയക്കുക കേട്ടോ. കാരണം ചിലർ ഞാൻ വേറെ ഫാബ്രിക് പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് വേണം എന്നുള്ള സ്ക്രീൻഷോട്ട് അയക്കുക. അപ്പോൾ നമുക്ക് കട്ട് ചെയ്യുമ്പോഴും പാക്ക് ചെയ്ത് അയക്കുമ്പോഴും ചെറിയ മിസ്റ്റേക്ക് വരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ഫാബ്രിക്കാണ് വേണ്ടതെങ്കിൽ ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെയുള്ള സ്ക്രീൻഷോട്ട് എടുക്കുക കേട്ടോ. ആൻഡ് ഇതിൻ്റെ തന്നെ നമുക്ക് ഒരു പ്രിൻറ്റും കൂടെ ഉണ്ട്. അത് നമ്മളിതിന് മുമ്പ് ചെയ്തായിരുന്നു, പക്ഷേ ഇത് കുറച്ചും കൂടെ ഉള്ളൂ. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഇങ്ങനെ വരുന്നു അടുത്ത പ്രിൻറ്റ്. കുറച്ചുള്ളൂ. ഇത് 215 തന്നെയാണ്. എല്ലാ പ്രിന്റിന്റെയും പ്രൈസ് വരുന്നത് 215 തന്നെയാണ്. അടുത്തത് ബ്ലാക്ക് കളറിലേക്ക് വരുന്നു. നല്ലൊരു ബ്ലാക്ക് കളറിലേക്ക് പിങ്കും വൈറ്റും ആണ് അതിൻ്റെ വീവിൻ്റെ കോമ്പിനേഷൻ വരുന്നത്. എല്ലാം അതെ കേട്ടോ, നല്ല ഭംഗിയുള്ളതാണ്. ഇതൊക്കെ സ്റ്റിച്ച് ചെയ്ത് കാണുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ ഭംഗി മനസ്സിലാവുള്ളൂ. നല്ല രസം. ഇതെല്ലാം എനിക്ക് ഒറ്റയടിക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് കാണിക്കാൻ പറ്റത്തില്ലല്ലോ. അല്ല, ഞാൻ ഓരോ ദിവസമായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. കാരണം എല്ലാം നല്ല, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ ഒരു സ്റ്റിച്ച് ചെയ്ത് കിട്ടിയതും നല്ല ഭംഗിക്കായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് ഞാൻ ഇന്ന് ഈ ഡ്രസ്സ് ഇട്ടിട്ട്. ഭയങ്കര കംഫർട്ടബിൾ വെയറിംഗ് ആണ്. വർക്ക് വെയറിന് അടിപൊളിയാണ്. നമുക്ക് എപ്പോഴും ഇങ്ങനെ അല്ലേ, വർക്ക് ചെയ്യുന്നവർക്കൊക്കെ നല്ല സുഖമാണ്. ഇതാണ് അടുത്ത പ്രിന്റ് വരുന്നത്. ഇതൊക്കെ സ്റ്റിച്ച് ചെയ്താൽ ഒരു രക്ഷ ഉണ്ടാവില്ല കേട്ടോ. ഇങ്ങനെ വരുന്നു ബ്ലാക്ക് ആൻഡ് ഗ്രേ. നെക്സ്റ്റ് പ്രിന്റ് 215 പെർ മീറ്റർ. നെക്സ്റ്റ് പ്രിന്റ് ഇതാണ്. ഇതും നമുക്ക് കുറച്ച് ഫാബ്രിക് ഉള്ളൂ, ജസ്റ്റ് കാണിക്കുന്നുള്ളൂ കേട്ടോ. അതങ്ങനെ വരുന്നു. 1-2 പേർക്കൊക്കെ കിട്ടുള്ളൂ, പക്ഷെ എന്നാലും ഞാൻ കാണിച്ചു എന്നുള്ളൂ. അടുത്തത് വരുന്നത് ഒരു ടീൽ ബ്ലൂ കളറിൻ്റെ ഒരു കൈൻഡ് ഓഫ് ഒരു കളറാണ് കേട്ടോ. ഒരു ബ്ലൂവിൻ്റെ തന്നെ ഒരു ടൈപ്പ് ഓഫ് കളറാണ്. ഇങ്ങനെ വരുന്നു ഇതിൻ്റെ വീവ്. 215, 215 പെർ മീറ്റർ. നെക്സ്റ്റ് വന്നിരിക്കുന്നത് യെല്ലോ ആണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു മാംഗോ യെല്ലോ, അങ്ങനത്തെ ഒരു ഷെയ്ഡാണ്. ഒരു ടെർമറിക് യെല്ലോ ആണ്, മാംഗോ അല്ല, ഒരു ടെർമറിക് യെല്ലോ ആണ്. ഇങ്ങനെ വരുന്നു. അതിലേക്ക് ഓറഞ്ചും റെഡും പിന്നെ ഓഫ് വൈറ്റും ആണ് അതിൻ്റെ കോമ്പിനേഷൻ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇത് കോട്ട് സെറ്റ് പോലെ, അതായത് ടോപ്പും ബോട്ടോ എടുക്കാൻ ഇഷ്ടമില്ല, അല്ലെങ്കിൽ അഫോർഡബിൾ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഓഫ് വൈറ്റ് ബോട്ടത്തിൻ്റെ കൂടെയോ വൈറ്റ് ബോട്ടമിൻ്റെ കൂടെയോ, ബ്ലാക്ക് ആണെങ്കിൽ ബ്ലാക്കിൻ്റെ കൂടെ നമുക്കിട്ട് പെയർ ചെയ്യാം കേട്ടോ. നമുക്ക് കോട്ട് സെറ്റ് പോലെ തന്നെ ചെയ്യണമെന്നില്ല, പക്ഷെ കോട്ട് സെറ്റ് തയ്ച്ചപ്പോഴുള്ള ഭംഗി കണ്ടല്ലോ അല്ലേ, നല്ല രസമുണ്ട്. നെക്സ്റ്റ് വരുന്നത് പിങ്ക് ആണ്. നല്ല ഭംഗിയുള്ളൊരു പിങ്ക്. ഇതും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു. പക്ഷെ എനിക്ക് റാണി പിങ്കുകൾ കുറേ ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ ഇത് എടുക്കാത്തത്. നല്ല ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട്. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ളൊരു പിങ്കാണ്. അതിലേക്ക് ബ്ലൂ ലൈറ്റ് ഒരു ഗ്രീൻ ഷെയ്ഡുമാണ് വീവ് വന്നിരിക്കുന്നത്. ഇക്കത്ത് വീവ് വരുന്നത്. ഇങ്ങനെ വരുന്നു അടുത്തത്. നെക്സ്റ്റ് അടിപൊളിയായിട്ടുള്ള ബ്ലാക്ക് ആൻഡ് യെല്ലോ. ബ്ലാക്കും
ഒരു വൈറ്റിഷ് ഗ്രേയും അതുപോലെ തന്നെ ഒരു യെല്ലോ, മസ്റ്റാർഡ് യെല്ലോ കളറിലുമാണ് കോമ്പിനേഷൻ. ഇങ്ങനെ വരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനത്തെയൊക്കെ പ്രിന്റ് എടുക്കുമ്പോൾ ഉണ്ടല്ലോ, ഇതാ ഇത് രണ്ടും സെയിം കളർ കോമ്പിനേഷനാണ്. ഇത് രണ്ടും സെയിം കളർ കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വലിയ പ്രിന്റ് പാൻറ്റിന് അല്ലെങ്കിൽ ചെറിയ പ്രിന്റ് പാൻറ്റിന് എടുത്തിട്ട് ഇതിലേതാണോ നിങ്ങൾ ബോട്ടത്തിൽ അടിക്കണേ അതിൻ്റെ ചെറിയൊരു യോക്ക് പോലെയൊക്കെ ടോപ്പിൽ കൊടുത്ത് അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ. അതിനും നല്ല ഭംഗിയായിട്ടുണ്ടാവും. ഇങ്ങനെ വരുന്നു ഒരു പ്രിന്റ്. ഇത് അടുത്ത പ്രിന്റ് വരുന്നത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ കറക്റ്റായിട്ട് അയക്കുവാണെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് മിസ്അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാണ്ട് നിങ്ങൾക്ക് മെറ്റീരിയൽ അയക്കാൻ പറ്റും കേട്ടോ. ഇങ്ങനെ വരുന്നു. അടുത്തത് നെക്സ്റ്റ് ഓറഞ്ചിലേക്ക് ആ ഒരു ഗ്രീൻ കളർ, കുറച്ചുകൂടി ബ്രൈറ്റ് ഷെയ്ഡാണ് വരുന്നത്. ഓറഞ്ച് കളറിൽ ഇതാ ഗ്രീൻ വരുന്നു. ബോട്ടിൽ ഗ്രീൻ ആണ് കോമ്പിനേഷൻ. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ബ്ലാക്ക് കളറിൽ റാണി പിങ്ക്, ഒരു മജന്ത കളറും അതുപോലെ തന്നെ ഒരു വൈറ്റിഷ് ഗ്രേ കളറും. ഇങ്ങനെ വരുന്നു. നെക്സ്റ്റ് 215, 215 പെർ മീറ്റർ, 44 ഇഞ്ചസ് വിട്ട്. ഇന്നത്തെ എല്ലാം നമുക്ക് 300 ബിലോ റേറ്റിലേക്ക് വരുന്ന കളക്ഷൻ ആണ് കേട്ടോ. കാരണം നമുക്ക് കോഡ് സെറ്റ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽസ് ആണ്. ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് കോഡ് സെറ്റിന് പറ്റിയ മെറ്റീരിയൽസിന്റെ ഫോട്ടോ അയക്കാനായിട്ട്. സോ ഫോട്ടോ അയക്കുമ്പോഴേ നമുക്ക് എല്ലാത്തിൻ്റെയും ഫോട്ടോ അയച്ചു കൊടുത്തോണ്ടിരിക്കാൻ പറ്റില്ല. കാരണം ഷോപ്പിലെ കളക്ഷൻസ് ഒക്കെ കാണിക്കാവോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇന്ന് തന്നെ റണ്ണിങ് ഫാബ്രിക്സ് ഇടാന്ന് വിചാരിച്ചത്. 205 ഇതിന്റെ പെർ മീറ്റർ വരുന്നത്. 205, 205 ആണ് പെർ മീറ്റർ. ഇങ്ങനെ വരുന്നു. കോട്ടണിൽ 44 ഇഞ്ചസ് വിട്ട് തന്നെ വരുന്ന ഫാബ്രിക് ആണ്. പ്രിന്റഡ് ആയിട്ട് വരുന്നത്. നമുക്ക് കോഡ് സെറ്റ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. നല്ല കോട്ടൺ ഫാബ്രിക് ആണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റും ആണ്. ഇങ്ങനെ വരുന്നു. നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രീൻ, അതിലേക്ക് മൾട്ടി കളർ പ്രിന്റ് ആണ്. നേവി ബ്ലൂ കളറിലുള്ള ബോട്ടോ ഒക്കെ ഇട്ടിരുന്നെങ്കിൽ നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഈ ഒരു റെഡ് ഇട്ടാൽ നല്ലതായിരിക്കും. അല്ലെങ്കിൽ സെയിം തന്നെ തയ്ക്കാം. കോഡ് സെറ്റ് പോലെ സ്റ്റിച്ച് ചെയ്യുക, നല്ല ഭംഗിയായിരിക്കും. അടുത്ത നമുക്ക് കോഡ് സെറ്റ് വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റെഡ് ആണ്. ഇങ്ങനെ വരുന്നു. നല്ല സോഫ്റ്റ് ഒരു മൽ കോട്ടൺ പോലത്തെ ഒരു കോട്ടൺ ഫാബ്രിക് ആണ്. നല്ലൊരു മെറൂണിഷ് റെഡ്, അല്ലെങ്കിൽ അതാണ് എൻ്റെ ബേസ് കളർ വരുന്നത്. അതിലേക്ക് ഒരു ലൈറ്റ് ഒരു റെഡ് കളറിലേക്കാണ് എൻ്റെ പ്രിന്റ് വരുന്നത്. ഫാബ്രിക് ഇങ്ങനെയാണ് കേട്ടോ. ബേസ് കളറിൽ ഇച്ചിരി കൂടി ഡാർക്ക് ഒരു ഡീപ്പ് റെഡിലേക്ക് വരുന്നു. ആൻഡ് പ്രിന്റ് കുറച്ചുകൂടി ലൈറ്റ് ആയിട്ടുള്ള ഒരു റെഡ് കളറിലേക്ക് വരുന്നു. ഫ്ലോറൽ പ്രിന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ വരുന്നു. നല്ല സോഫ്റ്റ് കോട്ടൺ ആണ്. സിമ്പിൾ ആയിട്ട് കുർത്തിയൊക്കെ തയ്ക്കാനായിട്ട് നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ്. ഇനിയിപ്പോൾ നമുക്ക് കോട്ടൻ്റെ ഇഷ്ടംപോലെ കോട്ടനുകൾ നമുക്ക് ആവശ്യമുള്ള സീസണാണ് ഇനി വരാൻ പോകുന്നത്. നല്ല ചൂടാണ്, അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇപ്പോഴേ ഇത് ചെയ്തത് കേട്ടോ. നെക്സ്റ്റ് ഇത് സ്ട്രൈപ്സ് പോലെ വരും. ഇതാണ് അടുത്തത്. 175 ആണ് കേട്ടോ. ഈ സ്ട്രൈപ്സിന്റെ ഈ റെഡിന്റെ മീറ്റർ പ്രൈസും 175 ആണ്. ഈ സ്ട്രൈപ്സ് പാറ്റേണിന്റെ 175 ആണ്. ഇതൊക്കെ നമുക്ക് ബഡ്ജറ്റ് റേഞ്ചിലേക്ക് ടോപ്പും ബോട്ടോ ആയിട്ട് സ്റ്റിച്ച് ചെയ്യാനൊക്കെ പറ്റുന്ന ആണ്. കോഡ് സെറ്റ് പോലെ സ്റ്റിച്ച് ചെയ്യാനൊക്കെ പറ്റുന്നതാണ്. കുർത്തിയോ ഫ്രോക്കൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും കേട്ടോ. അങ്ങനെ വരുന്നു. അടുത്തത് നമുക്ക് പ്രീമിയം ആയിട്ടുള്ള നല്ലൊരു കോട്ടൺ ഫാബ്രിക് ആണ്. നല്ല അടിപൊളി കോട്ടൺ ആണ് കേട്ടോ. അതിലേക്ക് നല്ലൊരു റെയർ ഒരു പാറ്റേൺ, ഒരു വീവ് പാറ്റേൺ വരുന്ന ഒരു കാന്തായുടെ ഒരു വീവ് പാറ്റേൺ വരുന്ന ഒരു മെറ്റീരിയലാണ്. ഇങ്ങനെ വരുന്നു. അതിൻ്റെ കളർ ഒരു രക്ഷയില്ല. നല്ല ഭംഗിയുള്ളൊരു സ്പെഷ്യൽ കൈൻഡ് ഓഫ് ഒരു ഗ്രീൻ, നമ്മളെപ്പോഴും കാണാത്തൊരു കളർ ഗ്രീനിലാണ് വന്നിരിക്കുന്നത് കേട്ടോ. അതങ്ങനെ വരുന്നു. നല്ല രസമുണ്ട്. സിമ്പിളായിട്ട് ഒരു വൈറ്റ് ബോട്ടമിൻ്റെ കൂടെ ഇട്ടാൽ മതി. നല്ല രസമായിരിക്കും. ഒരു വൈറ്റ് പലാസോയുടെ കൂടെയോ അല്ലെങ്കിൽ പെൻസിൽ പാൻറ്റിൻ്റെ ഒക്കെ കൂടെ നമുക്ക് ഇടാൻ പറ്റും. നല്ല ഭംഗിയുണ്ട്. ആൻഡ് കോഡ് സെറ്റ് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. കോഡ് സെറ്റ് സ്റ്റിച്ച് ചെയ്യുന്നതിന് കുഴപ്പമില്ല. ചെറിയൊരു ട്രാൻസ്പെറൻ്റ് ആണ്, പക്ഷെ എന്നാലും കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ വരുന്നു കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡാണ് ഏറ്റവും ഭംഗി. അതിൻ്റെ ഒരു പാറ്റേൺ പോയിരിക്കുന്നുണ്ടോ. നല്ലൊരു ക്യൂട്ട്, ഒരു സിമ്പിളാണ്, പക്ഷെ ഒരു എന്തോ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സംതിങ് ഉണ്ട് ഇതിനകത്ത്. അങ്ങനെ ഒരു മെറ്റീരിയലാണ്. 240 ആണ് പെർ മീറ്റർ. അടുത്തത് നമുക്ക് ഇപ്പൊ കണ്ട ഏകദേശം സെയിം പാറ്റേൺ തന്നെയാണ്. ഇത് യെല്ലോ കളറിലേക്ക് ബ്ലാക്ക് കളറിലുള്ള സിമ്പിൾ ആയിട്ട് ബ്ലാക്ക് കളർ ബോട്ടമിൻ്റെ കൂടെ നമുക്ക് പെയർ ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ ആണ് കേട്ടോ. നല്ല സോഫ്റ്റ് കോട്ടൺ ആണ്. ഇതിന്റെ ഒരു ടെക്സ്ചർ എന്ന് പറഞ്ഞാൽ ഒരു ഇതിനകത്ത് സെൽഫായിട്ടുള്ള ഒരു വീവ് പാറ്റേൺ പോലെ പോകുന്നുണ്ട്. നല്ല ഭംഗിയായിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്. ഇതിനകത്തൊരു ഇങ്ങനെ ഒരു വൈറ്റ് കളറിലുള്ള ഒരു ത്രെഡ് കൊണ്ടുള്ള ഒരു വീവ് പോകുന്നുണ്ട് ഈ ഫാബ്രിക്കിൽ. ആൻഡ് ബ്ലാക്ക് കളറിലാണ് അതിൻ്റെ ഒരു ഡിസൈൻ പോലെ കൊടുത്തിരിക്കുന്ന വീവ്. നല്ല ഭംഗിയുള്ള ഒരു യെല്ലോ ആണ് കേട്ടോ. നല്ലൊരു
നല്ല ഭംഗിയുള്ള ഒരു പേസ്റ്റിലുള്ള ഒരു യെല്ലോ ടോണാണ് വന്നിരിക്കുന്നത്. പ്രൈസ് വരുന്നത് 275. അടുത്തത് 275 പെർ മീറ്റർ വരുന്ന ബാത്തിക് പ്രിന്റ് വരുന്ന കോട്ടനുകളാണ് കേട്ടോ. നല്ലൊരു തിക്കായിട്ടുള്ളൊരു കോട്ടൺ മെറ്റീരിയലാണ്. അതിലേക്ക് ഒത്തിരി തിക്കല്ല കേട്ടോ, പക്ഷെ ഇടാൻ നല്ല സുഖമാണ്. ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെ ട്രാൻസ്പെറൻറ്റ് അല്ലാത്തൊരു കൈൻഡ് ഓഫ് ഒരു കോട്ടൺ ആണ്. അതിലേക്ക് ബാത്തിക് പ്രിന്റ് വരുന്നു. ആൻഡ് അതിലൊരു ലൂറക്സ് ലൈൻസും പോകുന്നുണ്ട്, ഗോൾഡൻ ലൂറക്സ് ലൈൻസും പോകുന്ന ഒരു ഫാബ്രിക് ആണ്. 44 ഇഞ്ചസ് തന്നെ വിട്ട് വരുന്ന മെറ്റീരിയലാണ് കേട്ടോ. ഇങ്ങനെ വരുന്നത്. അതിൻ്റെ കളേഴ്സ് ഒരു പേസ്റ്റൽ പീച്ച് ഉണ്ട്, ഓഫ് വൈറ്റ് ഉണ്ട്, ഒരു റസ്റ്റ് ടോൺ ഉണ്ട്, നേവി ബ്ലൂ. ഇതിലുള്ള ഏത് ബോട്ടം വേണമെങ്കിലും പെയർ ചെയ്യാം. ആൻഡ് കോഡ് സെറ്റ് പോലെ സ്റ്റിച്ച് ചെയ്യാനും നല്ലതാണ്. ഇങ്ങനെ വരുന്നു ഫസ്റ്റ് പ്രിന്റ്. സെക്കൻഡ് അതിൻ്റെ പ്രിന്റ് വരുന്നത് നല്ലൊരു റസ്റ്റും ഒരു ലെമൺ യെല്ലോ, ഒരു ഓഫ് വൈറ്റ്, എല്ലാ കളേഴ്സും കൂടെ ബ്ലെൻഡ് ആയിട്ടുള്ളൊരു ഇങ്ങനെ വരുന്നു. നല്ലൊരു റസ്റ്റ് കളറിലുള്ള ബോട്ടം ഒക്കെ ഉണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ഇതിട്ടിട്ടുണ്ടെങ്കിൽ, നല്ല രസമുണ്ടാവും. ഇങ്ങനെ വരുന്നു. ഇത് നമ്മൾ ബാത്തിക് പ്രിന്റ് തന്നെ വരുന്ന ഒരു സെമി ലിനൻ ഫാബ്രിക്കിലേക്ക് ചെയ്തൊരു ദുപ്പട്ടയാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ടയാണ്. ഈ ദുപ്പട്ട വേണമെങ്കിൽ നമുക്ക് ഇതിനോട് കൂടിയിട്ട് പെയർ ചെയ്യാം, സിമ്പിൾ ആയിട്ട് പെയർ ചെയ്യാം. സെയിം ബാത്തിക് പ്രിന്റ് തന്നെയാണ്, പ്രിന്റ് ഡിഫറെൻ്റ് ആണ്, പക്ഷേ സെയിം ആ ഒരു ബാത്തിക് ഇതിൽ തന്നെ വരുന്നതാണ്. നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ പെയർ ചെയ്തിട്ട് ടോപ്പും ബോട്ടവും കൊടുത്തിട്ട് ദുപ്പട്ടയായിട്ട് എടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ കമ്പൈൻ ചെയ്ത് മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് എടുക്കണമെങ്കിൽ എടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു ഷെയ്ഡും ഇതിനോടുകൂടി മാച്ച് ആവുന്നതാണ്. ഇതൊരു റസ്റ്റ് കളറാണ്. ഈ ദുപ്പട്ട മാത്രം പർച്ചേസ് ചെയ്യണമെങ്കിലും കോണ്ടാക്ട് ചെയ്യുക. 350 ആണ്. ഇങ്ങനെ വരുന്നു. ഇതാണ് നെക്സ്റ്റ് പ്രിന്റ്. 380 ആണ് കേട്ടോ ദുപ്പട്ടയുടെ പ്രൈസ് വരുന്നത്. ഇതാണ്. ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം, കാരണം ഇതിൽ ഒരു റസ്റ്റ് കളറും അങ്ങനത്തെ ഒരു മിക്സ് ആണ് വരുന്നത്. സോ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എടുക്കാവുന്നതാണ്. അതിൻ്റെ അടുത്തൊരു പ്രിന്റ് ഇതാണ് കേട്ടോ. അതിൻ്റെ അടുത്തൊരു പ്രിന്റ് വരുന്നത്. ഇതിലേതെങ്കിലും പ്രിന്റ് നിങ്ങൾക്ക് ഇതിനോട് കൂടിയിട്ട് കമ്പൈൻ ചെയ്തെടുക്കണമെങ്കിൽ എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതും ബുക്ക് ചെയ്യാവുന്നതാണ്. 380 ആണ് ദുപ്പട്ടയുടെ പ്രൈസ്. അടുത്ത അതിൻ്റെ പ്രിന്റ് വരുന്നത് ഒരു പിങ്ക്, ഒരു ലോട്ടസ് പിങ്കും അതുപോലെ നേവി ബ്ലൂ, ഒരു വയലറ്റിൻ്റെ ഒരു ഡാർക്ക് ഷെയ്ഡ് ഉണ്ട്. എല്ലാം കൂടി മിക്സ് ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡാണ്. സെയിം ലൂറക്സ് ലൈൻസ് തന്നെ പോകുന്ന സെയിം ഫാബ്രിക് തന്നെ കേട്ടോ. സെയിം പ്രിന്റ് നമ്മളിപ്പോൾ കണ്ട ഒരു യെല്ലോ റസ്റ്റ് കോമ്പിനേഷൻ്റെ തന്നെ സെയിം പ്രിന്റ് തന്നെ വേറെ അടുത്ത കോമ്പിനേഷനിലേക്ക് വന്നിരിക്കുന്നു. നെക്സ്റ്റ് ഇതാ ആദ്യം നമ്മൾ കണ്ട ആ ഒരു പീച്ചും നേവി ബ്ലൂ ആ ഒരു കോമ്പിനേഷനിലേക്ക് അടുത്ത പ്രിന്റ് 275, 275 ആണ് പെർ മീറ്റർ റേറ്റ്. 44 ഇഞ്ചസ് വിട്ട്. നെക്സ്റ്റ് നമുക്ക് ലൂറക്സ് ലൈൻസ് തന്നെ വരുന്ന വേറൊരു പ്രിന്റ് ആണ് കേട്ടോ. ഇത് കുറച്ചുകൂടി ചെറിയ ഫ്ലോറൽ പ്രിന്റ് വരുന്നതാണ്. ഇങ്ങനെ വരുന്നു. നല്ല ക്യൂട്ടായിട്ടുള്ള ചെറിയ പ്രിന്റ് ആണ്. ഓറഞ്ച് കളറിലാണ് അതിൻ്റെ ഫ്ലോറൽ പ്രിന്റ് വരുന്നത്. നല്ല ഭംഗിയുള്ള എലഗൻ്റ് ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു പ്രിന്റ് വരുന്ന നല്ല കോട്ടൺ ഫാബ്രിക് ആണ് കേട്ടോ. 44 ഇഞ്ചസ് തന്നെയാണ് വിട്ട്. ഇതിൻ്റെ മീറ്റർ പ്രൈസ് 195 ആണ് കേട്ടോ. 195 ആണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ കളക്ഷൻസ്. പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിലേക്ക് അയച്ചോളാം. അപ്പോൾ നമുക്ക് പുതിയ കളക്ഷൻസ് ആയിട്ട് വീണ്ടും കാണാം. ബൈ.